മിഥിലയിൽ 12 വർഷം മഴ പെയ്യാതിരുന്നപ്പോൾ വലിയ ക്ഷാമമുണ്ടായി. ജനങ്ങൾ വിശപ്പും ദാഹവും സഹിക്കാനാകാതെ നാട് വിട്ടു പോവുകയായിരുന്നു. ഇത് മനസ്സിലാക്കിയ ജനക രാജാവ് അതീവ ദുഃഖിതനായി. താൻ നേരിട്ട് കലപ്പ കൊണ്ട് നിലം ഉഴാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. ചില പ്രജകളും അദ്ദേഹത്തോടൊപ്പം കൂടി. രാജ്ഞിയായ സുനൈനയും അദ്ദേഹത്തെ സഹായിക്കാൻ പാടത്തേക്ക് പോയിരുന്നു. നിലം ഉഴുതുകൊണ്ടിരുന്നപ്പോൾ രാജാവിന്റെ കലപ്പ ഒരു കഠിനമായ വസ്തുവിൽ തട്ടി നിന്നു. പെട്ടെന്ന് രാജാവും രാജ്ഞിയും ആ സ്ഥലത്തെ മണ്ണ് നീക്കം ചെയ്തപ്പോൾ അവിടെ ഒരു ഭംഗിയുള്ള പെട്ടി കണ്ടു. ആ പെട്ടി തുറന്നപ്പോൾ അതിനുള്ളിൽ അതിമനോഹരിയായ ഒരു ബാലികയെ അവർ കണ്ടു. ആ കൊച്ചു പെൺകുട്ടിയെ കണ്ടപ്പോൾ ജനക രാജാവിനും രാജ്ഞി സുനൈനയ്ക്കും വളരെ സന്തോഷമായി. അതേസമയം ആകാശത്ത് അതിശക്തമായി മഴ പെയ്യാനും തുടങ്ങി. എല്ലാവരും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. പിന്നീട് ഗുരുവിന്റെ അനുവാദത്തോടെ രാജാവ് ആ ദിവ്യ ബാലികയ്ക്ക് സീത എന്ന് പേരിട്ടു. മാതാ സീത എങ്ങനെയാണ് ആ പാടത്തെത്തിയതെന്ന കഥ കേൾക്കാൻ താല്പര്യമുണ്ടോ? ആരാണ് മാതാ സീതയുടെ യഥാർത്ഥ പിതാവ്? ഒരു രാക്ഷസ രാജാവും അദ്ദേഹത്തിന്റെ പത്നിയും ചേർന്നാണോ മാതാ സീതയെ അവിടെ എത്തിച്ചത്? സീതാ മാതാവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട ഈ ചെറിയ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ബോക്സിൽ ജയ് സിയാറാം എന്ന് ടൈപ്പ് ചെയ്യുക. ജയ് ശ്രീറാം, ജയ് സിയാറാം.